എന്തിനാണ് പ്രസവരക്ഷ ചെയ്യുന്നത്? പ്രസവരക്ഷ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രസവരക്ഷ എന്ന് ചെയ്തു തുടങ്ങണം? എത്ര നാൾ ചെയ്യണം? ഇത്തരം പല ചോദ്യങ്ങളിൽ നിങ്ങളിൽ പലർക്കും ഉണ്ടാകും അല്ലേ? ഹലോ, ഐ എം ഡോക്ടർ നിജില, ആയുർനിരാമയ. പ്രസവത്തിലൂടെ ഒരു കുട്ടി മാത്രമല്ല, ഒരു അമ്മയും കൂടിയാണ് ജനിക്കുന്നത്. ന്യൂ ബോർണിനെ എങ്ങനെയാണോ നമ്മൾ കെയർ ചെയ്യുന്നത്, അതിലും കൂടുതൽ കെയർ അമ്മയ്ക്ക് പ്രധാനമാണ്. ഡെലിവറി അത് നോർമൽ ആയാലും സിസേറിയൻ സെക്ഷൻ ആയാലും അമ്മയുടെ ബോഡിയിൽ ഉണ്ടായേക്കാവുന്ന ചേഞ്ചസ്, അതായത് വീക്ക്നെസ്, ബ്ലഡ് ലോസ്, യൂട്രസിനും പേശികൾക്കും ഉണ്ടാകുന്ന സ്ട്രെച്ച്, ഇവയെല്ലാം കെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രസവരക്ഷ അഥവാ പോസ്റ്റ് നേറ്റൽ കെയർ ചെയ്യുന്നത്. ശരിയായ രീതിയിലുള്ള പ്രസവരക്ഷ ചെയ്യുന്നതിലൂടെ അമ്മയ്ക്ക് ധാതുപുഷ്ടിയും പ്രോപ്പർ നറിഷ്മെന്റും ഉണ്ടാകുന്നു. ഇതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ എല്ലുകൾക്കുണ്ടാകുന്ന ബലക്ഷയവും അതിനോടനുബന്ധിച്ചിട്ടുള്ള കോംപ്ലിക്കേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കുന്നു. പ്രോപ്പർ ഗൈഡൻസോടുകൂടി ചെയ്യുന്ന പ്രസവരക്ഷയിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള PCOD ചെറുക്കാനും അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് ഒരു റെഗുലർ മെൻസ്ട്രേഷൻ ഉണ്ടാക്കാനും യൂട്രൈൻ ഇൻവല്യൂഷൻ അഥവാ യൂട്രസിന്റെ പ്രോപ്പർ രീതിയിലുള്ള ചുരുങ്ങലിനും ശരിയായ പ്രസവരക്ഷ സഹായിക്കുന്നു. ഇന്നത്തെ പല അമ്മമാരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഇത് ഒഴിവാക്കുന്നതിന് ഒരു സയന്റിഫിക് ആയിട്ടുള്ള പ്രസവരക്ഷാ ചികിത്സകളിലൂടെ സഹായിക്കുന്നു. ഇനി എന്നു മുതലാണ് പ്രസവരക്ഷാ ചികിത്സകൾ ചെയ്യാൻ സാധിക്കുക? നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷവും, സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ 2 ആഴ്ചകൾക്ക് ശേഷവും പ്രസവരക്ഷ ചെയ്തു തുടങ്ങാവുന്നതാണ്.